അതൊക്കെ ഒന്ന് വേഗം എടുത്ത് പുറത്തേക്ക് ഇടടാ. അയ്യോ, അതൊന്നും നശിപ്പിക്കല്ലേ, ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. നീ നിന്റെ മുതലാളി എന്റെ മുറ്റത്ത് ചവിട്ടിയ കാല് ഞാൻ വെട്ടും. ഇതൊക്കെ ഈ മുറ്റത്തിട്ടാ മതിയോ? ആ പൊട്ടക്കുളത്തിൽ കൊണ്ട് താത്തടാ. അവിടെ കിടന്നോട്ടെ, അവരെടുത്തുകൊണ്ട് പോയിക്കോളും. ഒരൊറ്റ ചവിട്ട് വന്നാലുണ്ടല്ലോ 4 ഒടിക്കും. മിണ്ടരുത് ഇവിടെ. അവന്റെ കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് അനന്തരയുടെ മുറി കയറ്റി വിട്ടിട്ട് അഭിപ്രായം പറയുന്നോ? ദൈവദോഷം പറയരുത് അമ്മണി. ഇത്തിരി കുടിച്ചത് സത്യമാണ്. അവന്റെ നീ കുടിച്ചിട്ടില്ലേ, കാശ് വാങ്ങിയിട്ടില്ലേ, സിനിമയ്ക്ക് പോയിട്ടില്ല. എന്തോ കാഴ്ച കാണാനാടാ എല്ലാരും കൂടി നിൽക്കുന്നേ. പോയില്ലടാ അവിടുന്ന്. നോക്കി നിൽക്കാതെ പൂട്ടി താക്കോലിങ്ങതാ. സുമതി, അയാളുടെ വലയിന്ന് നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാ മതി. ഞാൻ ഒരുപാട് മോഹിച്ചു പോയി ചേച്ചി. തലവേദന എടുക്കുന്നു. സിനിമ കഴിയുമ്പോ പുറത്ത് കാത്തു നിൽക്കാനും പറഞ്ഞു പോയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലെ വിചാരിച്ചില്ല. എടി സീതേ, നീ ഇവിടെ ഇരുന്ന് ഇറങ്ങാണ്ട് കടയിലേക്ക് ചെല്ലടി. അമ്മയ്ക്കൊന്ന് മര്യാദയ്ക്ക് പറഞ്ഞൂടെ? ഇനി എന്നെ മര്യാദ പഠിപ്പിക്കണം. ഇപ്പൊ പഠിച്ചില്ലേ? അമ്മയല്ലേ അയാൾ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. ഇപ്പൊ അമ്മയ്ക്കായി സകല കുറ്റം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇതേതെങ്കിലും ആസ്പത്രി കൊണ്ട് തുന്നിടിക്കാൻ 3-4 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയനിപ്പോ. എന്നോട് പറഞ്ഞാ മനസ്സിലാവൂല. എടാ, ആശുപത്രി പോയാ പോലീസ് കേസാവും. ആവട്ടേന്ന്, അവന് പോലീസിനെ നല്ല 4 ഇടിയിട്ടാണോ? കേസും കൂട്ടമൊന്നും വേണ്ട. മറ്റേ സംഗതി അവൻ പറഞ്ഞാൽ നമ്മളകത്താകില്ലേ? നീ അടക്കം. ഏത് സംഗതി? തേങ്ങാക്കൊല. വണ്ടി ഇടിച്ചത്. ഓ, എന്നാ വേണ്ട. ഒന്ന് പതുക്കെ കെട്ട്. ഇത് വണ്ടിയിലെ തടിക്ക് കയറ് വരികണ പോലാണല്ലോ നീ കെട്ടണേ. ഇത് വേദനിച്ചോ? ശ്രീധരോ, നിന്നെ കണ്ട് നന്ദി പറയാൻ വേണ്ടി ഇതേ ഒരാള് വന്നിട്ടുണ്ട്. ഇയാളോ? വാ, അകത്തേക്കോ. വൈകാതെ അവന്റെ കെണിയിപ്പെടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് സുമതി ആയിരിക്കുമെന്നാ. സുമതി അവൻ കല്യാണം കഴിക്കുമെന്ന അമ്മണി എന്നോട് പറഞ്ഞത്. ഒരു വണ്ടി മുതലാളി. ഇനി അവൻ സ്വർണം കൊണ്ടൊരു ലോറി ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും എന്റെ മോളെ കൊടുക്കത്തില്ല. കൈക്ക് വേദനയുണ്ടോ? എല്ലാരും ഇത് തന്നെയാ ചോദിക്കണേ. കത്തി കൊണ്ട് മുറിഞ്ഞാ പിന്നെ വേദനിക്കാണ്ടിരിക്കൂ. കൊറേ മുറിഞ്ഞു? ഏയ്, കുറച്ച്. വലിയ കുഴപ്പമില്ല. ഒരാഴ്ചത്തെ ജോലി പോയി. ആ കാശ് തന്നേക്കണം. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ എത്ര ചോദിച്ചാലും തന്നേനെ. എത്ര തന്നാലും തികയില്ല. എന്റെ ജീവിതം തന്നെയാ രക്ഷിച്ചത്. മറക്കില്ല. അവൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടണ്ടായിട്ടല്ല. അല്ലാതെ എന്താ ഒരു നിവൃത്തി? ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കാനാണെങ്കിൽ ഒരു പണത്തൂക്കം പൊന്നെങ്കിലും വേണ്ട. എന്റെ കയ്യിൽ അതുമില്ല. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ അവളെ കെട്ടാം. ഒന്നും വേണ്ട, പണവും വേണ്ട. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്കറിയാം, ഞാനും അത്ര നല്ലവനൊന്നുമല്ല. പക്ഷേ കെട്ടിയ പെണ്ണിനെ അന്തസ്സായിട്ട് പോറ്റാനുള്ള ശേഷിയുണ്ട്, മനസ്സുണ്ട്. ആലോചിക്കും. അല്ല, അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ ഞാനും സഹായിക്കാം. നിങ്ങളിന്നെ ഞെട്ടിച്ചല്ലോ ശ്രീരേട്ടാ. പെണ്ണും വേണ്ട, പെടക്കോയും വേണ്ടെന്ന് പറഞ്ഞ ആളിപ്പം. ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കണതാ. ഇങ്ങനല്ലാതെ നമുക്ക് പറ്റിയ തെറ്റ് എങ്ങനെ തിരുത്തും? ശരിക്കും തിരുത്താൻ പറ്റില്ല. എന്നാൽ കുറച്ച് അത്രയും സമാധാനം. എന്താടാ നെറ്റിയില്? ഒരു കല്ലടിച്ചു കൊണ്ടതാ. പക്ഷെ കണ്ടാത്തൊന്നും കുപ്പിയുണ്ടുള്ള അടി പറ്റിയതാണ്. അതും പെണ്ണുങ്ങളെ ചെയ്യുന്നു. ഞാൻ അറിഞ്ഞു കാര്യങ്ങളല്ല. നാണം ഉണ്ടോടാ നിനക്ക് ആണാണെന്ന് പറഞ്ഞ് നടക്കാൻ? ആണുങ്ങളായതൊക്കെ പതിവാ. ഏതിതോ? എടാ, ഒരു പെണ്ണിന്റെ മേല് കമ്പം തോന്നിയാല് ഞങ്ങളൊക്കെ അവളെ ഒതുക്കാറാ പതിവ്. ഇതെല്ലാരും കൂടെ നിന്നെ ഒതുക്കി ഇങ്ങനെയുള്ള ഏർപ്പാടിന് പോകുമ്പോ ഒറ്റയ്ക്ക് തിന്നാമെന്ന് വിചാരിക്കരുത്. ഞങ്ങൾക്കെന്താ കഴിക്കൂ? അല്ല, ആ പന്നി എന്തിനാണ് അതിലിടപെട്ടെ ശ്രീധരൻ? അവനല്ലേ ഇപ്പൊ ഈ നാട്ടുകാരെ മുഴുവൻ രക്ഷകർത്താവ്. ഓ, എന്നെ കിട്ടുന്നിടത്തിട്ട് പിടിക്കാതിരിക്കല്ലേ.
ആ ഒരു നായ്ക്ക് മറ്റൊരു നായെ കണ്ടുകൂടാന്ന് പറയുന്നത് ശരിയാ. ഇനി എന്റെ കാര്യത്തിൽ ഇടപെടട്ടെ. രണ്ടിലും തീർച്ചപ്പെടുത്തിയായിരിക്കണേ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. വെറും ഒരു പെണ്ണിന് വേണ്ടി ഉള്ള തടി കേടാക്കണോടാ. അവള് വെറും പെണ്ണല്ല പറയുന്നേ, അവളൊരേന. എനിക്കുണ്ടെങ്കിൽ പറയതിനുണ്ട്. രവി പാവ സ്നേഹിച്ചാ കുടല് കൊടുക്കും, കുത്തിയാലുണ്ടല്ലോ. ഞാൻ മാറിത്തരണം. ആണുങ്ങളുടെ കടവിൽ കല്ലില്ല, അതാ ഇവിടെ ഇറങ്ങിയത്. ഞാൻ മാറിത്തരാം. നാലഞ്ച് ദിവസം മുമ്പ് ഞാൻ അമ്മാനോടൊരു കാര്യം പറഞ്ഞിരുന്നു. സീതയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്നു പറയാൻ പഠിക്കണ്ട. എനിക്ക് വിഷമം തോന്നില്ല. ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞേ? തുണിയലക്കി തരാൻ കുഞ്ഞാലിക്കോട് പറഞ്ഞൂടെ? ഒരാഴ്ച പണിയില്ലാത്തതുകൊണ്ട് അവൻ വീട്ടിൽ പോയിരിക്കുക. ആ ഷർട്ടും മുണ്ടൊക്കെ അവിടെ ഇട്ടേരെ. ഇടത്തെ കൈ കൊണ്ട് സോപ്പ് പുരട്ടി എടുത്താ വെളുക്കില്ല. പക്ഷേ അത് എന്നും വേണ്ടി വരും. പറ്റുമോ? പെണ്ണുങ്ങളുടെ കടവിൽ നോക്കി നിൽക്കാതെ വേഗം കുളിച്ചിട്ട് പോവാൻ നോക്ക്.